അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല ഉപകാരമുള്ള അറിവ് പഠിക്കുവാനും ജീവിതത്തിൽ പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് പല ആളുകളും പല അഭിപ്രായങ്ങൾ, നല്ല അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാ. അതുപോലെ നമുക്ക് ആവശ്യം വരുന്ന ഒരു കാര്യമാണ് നിസ്കാരത്തെ മുന്തിച്ച് ജംആക്കുക എന്നുള്ളത്. യാത്രക്കാരന് അനുവദനീയമായ കാര്യമാണ് മുന്തിച്ച് ജംആക്കുക എന്നുള്ളത്. മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മുന്തിച്ച് ജംആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്തിച്ച് ജംആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മുന്തിച്ച് ജംആക്കുക എന്ന് പറയുന്നത് അസ്ർ നിസ്കാരം ളുഹറിൻ്റെ സമയത്ത് നിസ്കരിക്കുക, ഇശാ നിസ്കാരം മഗ്രിബിൻ്റെ സമയത്ത് നിസ്കരിക്കുക. ഇതിനാണ് മുന്തിച്ച് ജംആക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ 4 നിബന്ധനകളുണ്ട്. ഈ 4 നിബന്ധനകൾ ശ്രദ്ധിച്ചാലാണ് ഈ മുന്തിച്ച് ജംആക്കുന്നത്. അസ്ർ ളുഹറിൻ്റെ സമയത്ത് ളുഹറും അസ്റും നിസ്കരിക്കുക, ഇശാ മഗ്രിബിൻ്റെ സമയത്ത് മഗ്രിബും ഇശാവും നിസ്കരിക്കുക എന്നുള്ളത് സ്വഹിയാവുകയുള്ളൂ. 4 നിബന്ധനകളാണ്. ഒന്നാമത്തെ നിസ്കാരത്തിൽ രണ്ടാമത്തേതിനെ ഞാൻ മുന്തിച്ച് ജംആക്കുന്നു എന്ന് കരുതുക. ഉദാഹരണം, നമ്മൾ ളുഹർ നിസ്കരിക്കുകയാണ്. ളുഹർ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് മുതൽ സലാം വീട്ടുന്നതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് അസറിനെ ഞാൻ ളുഹറിലേക്ക് മുന്തിച്ച് ജംആക്കുന്നു എന്ന് കരുതണം. ളുഹർ നിസ്കാരം കഴിയുന്നതിൻ്റെ മുന്നേ അസർ നിസ്കാരത്തെ ളുഹറിലേക്ക് ഞാൻ മുന്തിച്ച് ജംആക്കുന്നു എന്ന് കരുതൽ ഷർത്താണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2 നിസ്കാരവും തെർത്തീബായി നിർവഹിക്കണം. ആദ്യം ളുഹർ നിസ്കരിക്കണം, പിന്നീട് അസ്ർ നിസ്കരിക്കണം. ആദ്യം നിസ്കരിക്കേണ്ടത് ളുഹർ, പിന്നെ അസ്ർ. അതുപോലെ തന്നെ മൂന്നാമത്തെ നിബന്ധന, രണ്ടും തുടർച്ചയായി തന്നെ നിസ്കരിക്കണം. ളുഹർ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഉടനെ തന്നെ താമസമില്ലാതെ അസറും നിസ്കരിക്കണം. നാലാമത്തെ നിബന്ധന, രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുമ്പോൾ, അതായത് ളുഹർ നിസ്കാരം കഴിഞ്ഞു അസർ നിസ്കാരം തുടങ്ങുമ്പോൾ നമ്മൾ യാത്രയിൽ തന്നെ ആയിരിക്കണം. യാത്ര കഴിയാൻ പാടില്ല, യാത്രയിലായിരിക്കണം. ഈ 4 കാര്യങ്ങളാണ് മുന്തിച്ച് ജംആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പല ആളുകൾക്കും ഇത് വളരെ വിപുലമായി അറിയണമെന്നില്ല. അവർക്കൊക്കെ ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി പറയുന്നു, മുന്തിച്ച് ജംആക്കുക എന്ന് പറയുന്നത് അസറിനെ ളുഹറിൻ്റെ സമയത്ത് ളുഹറും അസറും ഒരുമിച്ച് നിസ്കരിക്കുക, ഇശാഇനെ മഗ്രിബിൻ്റെ സമയത്ത് മഗ്രിബും ഇശാവും ഒന്നിച്ച് നിസ്കരിക്കുക. ഇത് അനുവദനീയമാണ് യാത്രക്കാരന്, ദീർഘമായ യാത്രക്കാരന്, ഹലാലായ യാത്രക്കാരന് അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചു തന്ന ഒരു ഇളവാണ്. അത് അനുവദനീയമാണ്. ഇൻഷാ അല്ലാഹ്, തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു എനിക്ക് പറയുവാനും നമുക്കെല്ലാവർക്കും അത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുവാനും ഉപകരിക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.